നമ്മളെ ഫോണിൽ നിർബന്ധമായിട്ടും ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഫോണിൽ ഇന്റർനെറ്റിൽ എന്ത് ആക്സസ് ചെയ്യണമെങ്കിലും നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും ഇമെയിൽ ചെയ്യാൻ ഗൂഗിൾ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഇമെയിൽ നമുക്ക് എല്ലായിടത്തും സേഫ് ആയിട്ട് കൊടുക്കാനാകില്ല. ഇപ്പൊ ചില ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണമെങ്കിലൊക്കെ നമുക്കൊരു ഇമെയിൽ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഒരു ഇമെയിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ തൽക്കാല ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഇമെയിൽ, അതായത് നമ്മൾ പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ കൂടാതെ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ഇമെയിൽ വേണം. അതിന് നമ്മൾ മുമ്പ് ടെമ്പ് മെയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ചെയ്തിക്ക്. എന്നാൽ ഒരു ആപ്ലിക്കേഷനും പ്രത്യേകമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉപയോഗിച്ചിട്ട്, നമ്മൾ മിക്കവാറും ആൾക്കാരുടെ ഫോണിൽ ടെലഗ്രാം ഉണ്ടാവും. ടെലഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ടെമ്പററി ഇമെയിൽ ഉണ്ടാക്കാം, താൽക്കാലികമായിട്ട് ഒരു ഇമെയിൽ എടുക്കാം. അതെങ്ങനെ, അതിനെപ്പറ്റിയാണ് വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പല സമയത്തും നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ഇമെയിൽ വേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ടെലഗ്രാം ഒന്ന് എങ്ങനെയാണെന്ന് ഇത് എടുക്കാൻ നോക്കുക. ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലെ ഒരു സെർച്ച് ഉണ്ടാവും. ആ സെർച്ച് എടുക്കുക. സെർച്ച് എടുത്തിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡ്രോപ്പ് മെയിൽ. ഡ്രോപ്പ് മെയിലിൽ സെർച്ച് ചെയ്യുന്നവർ ഇവിടെ dropmail.me എന്നുള്ള ഒരു ബോട്ട് അത് കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ എങ്ങനെ ഉണ്ടാകുക, താഴെ ഭാഗത്ത് റീസ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്നേരം ഒരു മെസ്സേജ് ഇവിടെ വരും. അതെടുക്കട്ടെ, നമുക്കൊരു പുതിയ അഡ്രസ്സ് വേണം. ഇവിടെ ന്യൂ അഡ്രസ് എന്നുള്ള ഈ ഭാഗം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഇമെയിൽ കിട്ടി. നമ്മൾ കുറേ ഇമെയിൽ എടുത്തിട്ട് അതിന്റെ ലിസ്റ്റ് വ്യൂ ഇവിടെ കിട്ടും. അതൊക്കെ അടക്കട്ടെ. ഈ ഇമെയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് വിട്ടു നോക്കാം. അതൊന്ന് ഞാൻ കോപ്പി ചെയ്യട്ടെ. കോപ്പി ചെയ്ത് ഇനി നമുക്ക് ഇമെയിലിൽ ഒരു മെസ്സേജ് വിട്ടു നോക്കാം. മെയിൽ ഓപ്പൺ ചെയ്ത് കമ്പോസ് എന്നുള്ളിടത്തിൽ ടു അഡ്രസ്സിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ആ അഡ്രസ്സ് ആ ഇമെയിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് താൽക്കാലികമായിട്ടുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഒരു ഹായ് അതിലേക്ക് ഞാൻ വിട്ട് അതാ അത് സെൻഡായി. ഇനി നമുക്ക് ടെലഗ്രാം ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്താൽ നമ്മളെ ആ ഡ്രോപ്പ് മെയിലിനുള്ള ആ ബോട്ടിൽ, ആ ചാറ്റിൽ നമ്മൾ വിട്ട ആ മെസ്സേജ് വരും. ഇതുപോലെ നമ്മൾ ആർക്കെങ്കിലും ഈ മെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിടുന്ന മെയിൽ നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന OTP അല്ലെങ്കിൽ കൺഫർമേഷൻ കോഡ് ഇതിൽ വരും. ഇവിടുന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. സംഭവം തീർന്നിക്കുക. അപ്പം താൽക്കാലികമായിട്ടുള്ള നമ്മളെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു മെയിൽ എടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ടെലഗ്രാമിലുള്ള dropmail.me എന്ന് പറയുന്ന ബോട്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.